ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 538ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കുമരകത്തിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. വളരെ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല കായലിൻ്റെ തീരത്ത് നല്ല മനോഹരമായി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോപ്പർട്ടിയുടെയും വിവരങ്ങൾ, ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടിയുടെയും വിവരങ്ങൾ നിങ്ങൾക്ക് തക്ക സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി വാങ്ങിക്കുവാനായിട്ട് ഹോം ലോണൊക്കെ ആവശ്യമുള്ളവരും ഈ ഒരു നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ലൊക്കേഷൻ വരുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കോട്ടയം ജില്ലയിൽ കുമരകത്താണ്. 34 സെൻറ്റും അതോടൊപ്പം തന്നെ 8 സെൻറ്റ് പുരയിടമായിട്ടാണ്. മൊത്തം 34 സെൻറ്റാണ്. അതിനകത്ത് 8 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. ബാക്കിയുള്ള സ്ഥലം നിലമായിട്ടാണ് അതിൻ്റെ ഇത് നിലമാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പുരയിടമാക്കുവാൻ വേണ്ടി ഉള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3000 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ വീട്. 5 ബെഡ്റൂമുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക്. ഈ ഒരു റിസോർട്ടിന് 5 ബെഡ്റൂമുകളാണ്. 5ഉം AC ആണ്, എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്ന കോൺക്രീറ്റ് റോഡാണുള്ളത്. ഇതൊരു പടിപ്പുരയാണ്. പടിപ്പുര ഒരു ഷോ ആയിട്ടങ്ങനെ തന്നെ നിൽക്കുന്നു. ഓപ്പണൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ മെയിൻ ഗേറ്റ് ഉള്ളതുകൊണ്ട് അതിലൂടെയാണ് വാഹനങ്ങളും അല്ലെങ്കിൽ ആൾക്കാരും ഒക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കുണ്ട്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വശമാണ്. നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. ആവശ്യമായ ജലം നമുക്ക് ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വശമാണ്. ഒരു പഴയ ഒരു വീട് എന്ന് പറഞ്ഞാൽ അറയും നിറയും വീടിൻ്റെ ഒരു കെട്ടിലാണ്, അല്ലെങ്കിൽ 4 ടൈപ്പ് വീടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കായലാണ്. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് എറണാകുളം ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ 15-16 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരവും. ഈ ഒരു സൈഡിലെ വ്യൂ ഒക്കെ കണ്ടത് വളരെ മനോഹരമായ ഒരു രീതിയിലാണ് ആ ഒരു പ്രോപ്പർട്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നു കഴിയുമ്പോൾ വളരെ വിശാലമായ വയൽ പ്രദേശമാണ്. വെള്ളമൊക്കെ കയറി കിടക്കുമ്പോൾ നല്ല രസമാണ് കാണുവാനായിട്ട്. ഈ ഒരു ഏരിയയിലെ ആ ഒരു 2 വശത്തും കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാസേജ് കണ്ടല്ലോ, ഈ ഒരു പാസേജും ഈ 2 സൈഡിൽ കാണുന്ന കുളങ്ങൾ, ഒരു സൈഡിൽ കാണുന്ന കുളം, മറ്റു സൈഡിൽ കാണുന്ന ആ ഒരു പ്രദേശവും എല്ലാം തന്നെ ഈ ഒരു 37 സെൻറ്റിനകത്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ലഭിച്ചു എന്ന് കരുതുന്നു. നമുക്ക് ഇനിയും ഈ ഒരു വെളിവശമൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഒരു ചെറിയ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു ഡ്രൈവേഴ്സിനും ഒക്കെയുള്ള, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ വരുന്ന കെയർ ടേക്കേഴ്സിനൊക്കെയുള്ള. അവിടെ കഴിഞ്ഞിടയ്ക്കത്തെ ഒരു കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് പോയി. വീണ്ടും റിനോവേഷൻ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് വശമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ഇവിടെ 2 ചെറു വള്ളങ്ങളൊക്കെ ഉണ്ട്. അതുമൊക്കെ ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് ബാക്കിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട്. മുകളിൽ 3 റൂമാണുള്ളത്, താഴെ 2 റൂമും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂമാണുള്ളത്. ഇവിടെയൊക്കെ ചെറിയ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അകത്ത് ആ ഒരു പാസേജ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് നേരെ കയറി നമുക്ക് മുകളിലത്തെ നിലയിലേക്കും പോകാം. നല്ല ഒരു മാസം വരുമാനം ലഭിക്കുന്ന ഒരു ഹെറിറ്റേജാണ്, അല്ലെങ്കിൽ റിസോർട്ടാണ്. ഇവിടെ ഒരു റൂമും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ കിച്ചണും കാര്യങ്ങളും ഉണ്ട്, ബാത്റൂമുണ്ട്. ഒരു ചെറിയൊരു വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു കിച്ചണും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു ചെറിയ ബാത്റൂം, ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആ ഒരു ഏകദേശം ബാക്ക് സൈഡിലെ അല്ലെങ്കിൽ പുറവശമൊക്കെ നമ്മൾ കണ്ടു. വീണ്ടും നമ്മൾ മുൻവശത്തേക്ക് വരികയാണ്. മുറ്റമൊക്കെ നന്നായിട്ട് തന്നെ മിറ്റിലൊക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, കായൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടേജാണ്. ഹൗസ് ബോട്ടുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. ഒത്തിരി റിസോർട്ടുകളൊക്കെ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഹെറിറ്റേജുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 തൂണുകളൊക്കെ കൊടുത്ത് നല്ലൊരു സിറ്റ് ഔട്ട്, അവിടെ ചാരുബെഞ്ചും ഒക്കെ നൽകി. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, കാറ്റും അത് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. മണിച്ചിത്രത്താഴ് പൂട്ടുമൊക്കെ നൽകി ഒരു പഴമയുടെ ആ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് തന്നെയാണ്. ഇരുവശത്താടും ചെറിയ കിളിവാതിലുകളൊക്കെ നൽകി ആ ഒരു ഏരിയ വളരെ നന്നായി തന്നെ ആ ഒരു ഏരിയ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു പഴയൊരു വീടാണ്. ആ വീടിനെ ആ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തേക്കുന്നതാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ലിവിങ് ഏരിയ കം ഒരു ചെറിയ പാൻട്രിയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്ത് ഇവിടെ ഒരു ചെറിയ കിച്ചനുമൊക്കെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ആർക്കെങ്കിലും പിള്ളേരുമൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നവർക്ക്, സ്റ്റേ ചെയ്യുന്നവർക്ക് പാലൊക്കെ തിളപ്പിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു കുക്കിങ്ങൊക്കെ ചെയ്യുവാനോ ഒക്കെയുള്ള കാര്യങ്ങളവിടെ ഉണ്ട്. ഗ്യാസ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, സ്റ്റൗവ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഇത് പ്രമോഷനോ അല്ലെങ്കിൽ ഇതുമല്ല ചെയ്യുന്നത്. ഇത് സെയിലിനിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. കാരണം ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് ഉണ്ട്. ഒരു മാസം നമുക്ക് നല്ലൊരു ഇൻകം കിട്ടുന്ന ഒരു റിസോർട്ടാണ് അല്ലെങ്കിൽ ഹെറിറ്റേജാണ്. അപ്പം നമുക്ക് വീടിൻ്റെ ആ ഒരു കയറി വരുമ്പോഴത്തെ ആ ഒരു ഐഡിയ ലഭിച്ചു. ഇനി നമുക്ക് നേരെ പാസേജാണ്. ഇതൊരു പാസേജ് വഴി ആദ്യം വരുമ്പോൾ ഒരു റൂമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത റൂമാണ്. ആദ്യത്തെ റൂമിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറുന്നില്ല. ഇവിടെ ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഗസ്റ്റുള്ള ആ ഒരു റൂം. നമുക്ക് കണ്ടല്ലോ, അവിടെ നിന്ന് വരുമ്പോഴത്തെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ രണ്ടാമത്തെ റൂം കയറി കാണാം. വളരെ മനോഹരമായ വുഡൻ ഗ്ലാസോട് കൂടിയ ഒരു റൂം തന്നെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭാഗം ടൈലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ഒരു പാസേജ് ആ ഒരു വുഡൻ ക്ലാസിക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായി തന്നെ. ഡോറ് തുറന്ന് കയറുമ്പോൾ നല്ല വിശാലമായ ഒരു ഡബിൾ ബെഡ്റൂമാണ്. ബെഡാണ് കൊടുത്തിരിക്കുന്നത്. മിറർ, അവിടെ ഒരു പത്തായപ്പുര ഇറങ്ങി വരാനുള്ള ഡോറ്, അതൊക്കെ ഇപ്പോൾ ഷോയ്ക്കാണ് വെച്ചിരിക്കുന്നത്. റൂമെല്ലാം തന്നെ ഞാൻ പറഞ്ഞത് AC കണക്ഷനാണ്, എയർ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ കിളിവാതിലുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ വയലും പ്രദേശമൊക്കെ നമുക്ക് കാണുവാനായിട്ട് നമ്മുടെ റൂമിൽ തന്നെ പറ്റും. ഒരു TV യൂണിറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ആ റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സ്വിച്ചും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. ഷവറും അതുപോലൊപ്പം തന്നെ ഹീറ്റർ, തണുത്ത വെള്ളം, ചൂടുവെള്ളം ആവശ്യമുള്ളവർക്കൊക്കെ ഹീറ്റർ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പോൾ
അറ്റാച്ച്ഡ് ബാത്റൂം, ആ ഒരു ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി കാണും. ഒരു മിററും ആ റൂമിൽ നൽകിയിട്ടുണ്ട്. ഇരിപ്പിടവും കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്ക് പോകാം. അപ്പോൾ താഴത്തെ 2 റൂം ഏകദേശം ഒരുപോലെയാണ്. നമുക്കിനി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞിട്ട് വെളിയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്നവർക്ക്, അകത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഡിസ്റ്റർബൻസ് ആകാതെ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. മുകളിലത്തെ നിലയിൽ കയറി വരുമ്പോഴും ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പാസേജ് കണ്ടല്ലോ, താഴത്തെ ക്ലോസ്ഡ് പാസേജ് ആണെങ്കിൽ ഇതൊരു ഓപ്പൺ പാസേജാണ്. ഇവിടെ 1, 2, 3 നേരെ കയറി വരുന്നതും നേരെ ആ കാണുന്ന ഒരു ബെഡ്റൂം, ഒരു റൂമാണ്. അതിൻ്റെ ഇപ്പുറത്തൊരു റൂം, അങ്ങനെ 3 റൂമാണ്. ഇവിടെ നോക്കുമ്പോഴും നമുക്ക് കായലിൻ്റെ വ്യൂ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ബാക്കിലുള്ള ആ ഒരു വയലും അല്ലെങ്കിൽ ആ ഒരു പോണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ആ ഒരു പ്രദേശത്തെ ഒരു നല്ല വ്യൂ ഇവിടെ നോക്കി ഈ ഒരു പാസേജ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഫസ്റ്റ് റൂമൊക്കെ കണ്ട് നേരെ ഇങ്ങ് വരാം. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ആ കയറി വരുമ്പോഴത്തെ ഫസ്റ്റ് ബെഡ്റൂം. ആ റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാക്കിയുള്ള റൂമുകളും എല്ലാം കയറി കാണാം. നമ്മൾ താഴത്തെ ബെഡ്റൂം പോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസം ആ വോളിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം സെയിം തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഇതൊരു ഫാമിലി ബെഡ്റൂം, ക്യൂൻ ബെഡ് സൈസാണെന്ന് തോന്നുന്നു. 2 കട്ടിൽ അടുപ്പിച്ചിട്ടേക്കുന്നു. ഡബിൾ ബെഡ്റൂം, ഡബിൾ കട്ടിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പഴയ തട്ടമ്പുറ സ്റ്റൈൽ അല്ലെങ്കിൽ മച്ച് എന്ന് പറയും. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു വാഷ് ബേസിനും കാര്യങ്ങളും അതുപോലെ തന്നെ വലിയൊരു ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂം ഒരു വ്യത്യസ്തമായ റൂം തന്നെയാണ്. കുട്ടികളുമായിട്ടൊക്കെ വരുവാണെങ്കിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് എല്ലാം കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ആണ്. അപ്പോൾ കോട്ടയം കുമരകത്ത് ഇതുപോലത്തെ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഹെറിറ്റേജൊക്കെ ആവശ്യമുള്ളവർ, ഒരു ഇൻകം ഒക്കെ പ്രതീക്ഷിച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. എനിക്കത് പറയാം. ഈ ഒരു വിലയെന്ന് പറയുന്നത് വലിയൊരു വിലയല്ല, നമുക്ക് സംബന്ധിച്ചോളം അതുപോലെ ഇൻകമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ബാക്കിയുള്ള റൂമുകളും കൂടെ പെട്ടെന്ന് കണ്ട് നമുക്ക് ഇപ്പം തന്നെ 12 മിനിറ്റ് 13 മിനിറ്റോളം ആയി, 16 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. ഞാനിത് പറയേണ്ട കാര്യം, നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ. അപ്പം അതിനകത്ത് പൂർണ്ണമായ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവരുന്നവർക്ക് ഇത് നേരിട്ട് വന്ന് കാണേണ്ടത് പോലും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ 2ാമത്തെ ബെഡ്റൂമും അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. AC എയർ കണ്ടീഷനാണ്. നമ്മുടെ അപ്പുറത്തെ മുറിയും എയർ കണ്ടീഷനാണ്. എല്ലാ റൂംസും 5 ബെഡ്റൂം എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വലിയൊരു ബാത്റൂം, വാഷ് ബേസിന് എല്ലാം നൽകി. ആ ഒരു സെയിം അപ്പുറത്തെ റൂം പോലെ തന്നെ ഒരു വലിയ ഒരു റൂമാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. ഇത് ബാക്കി 4 ബെഡ്റൂമിനേക്കാളും പ്രൈസും വ്യത്യാസമുണ്ട്. അതുപോലെ ഈ റൂമും നല്ല വലിപ്പമുണ്ട്. കൂടാതെ ബാത്റൂം അറ്റാച്ച്ഡ്, മച്ചൊക്കെ നല്ല അടിപൊളി. ഇതിന് സെപ്പറേറ്റ് ഒരു ബാൽക്കണി ഉണ്ട്. ആ ഒരു ബാൽക്കണി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റൂമിൻ്റെ പ്രൈസിനും വ്യത്യാസമുള്ളത്. ഇതിൻ്റെ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു അപാര വ്യൂ ആണ്. ജീവിതത്തിൽ ഇതുപോലെ ഒരു ആംബിയൻസൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയാണ് ലൈഫിൽ ഇതൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു റിസോർട്ടിലൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ വന്ന് എൻ്റർടൈൻ ചെയ്യുക, അതൊക്കെ അവരുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെക്കേഷനൊക്കെ ആകുമ്പം കുട്ടികളൊക്കെ ആയിട്ട് വരികയും പോവുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് മുൻതൂക്കം നൽകി അവരൊക്കെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ അത് ഒരുക്കി തരുന്ന ആൾക്കാരെയൊക്കെ അവർ ഒരിക്കലും മറക്കുകയില്ല. നമ്മുടെ ഫാമിലി ആണ് ഏറ്റവും വലിയതെന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അവരൊക്കെ വലുതായി കഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യും.
അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോവുകയും ഒരു ദിവസം 2 ദിവസം താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്, മനസ്സിനൊരു കുളിര് വരുന്നതാണ്. എന്നും പഠിത്തവും അല്ലെങ്കിൽ വീടുമായിട്ടൊക്കെ കഴിയുന്ന കുട്ടികൾക്കൊരു മാനസികമായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ പറഞ്ഞ ഒരു അപാര വ്യൂ തന്നെയാണ്, ഒരു സൂപ്പർ വ്യൂ ആണ്. ഇവിടെ നിന്നുള്ള കായലിൻ്റെ ആ വ്യൂ, ആ ഒരു ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്ന ആ വ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു 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 എന്താ പറയുക, മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ ചെന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളം ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടിയാണ്. മറ്റു പല സ്ഥലങ്ങളും ഒക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ബ്യൂട്ടി നമ്മുടെ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഏതോ ഒരു സായിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ ഓൺ കൺട്രി എന്ന് പറയുന്നത്, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന പോലെയാണ് വിദേശികൾ വന്ന് നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞേക്കുന്നത്. പക്ഷെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൂടെയൊക്കെ ഇടുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. അതൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെറിറ്റേജിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസോർട്ടിൻ്റെ പൂർണ്ണമായ ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞു. കുമരകത്തെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. താജ് ഹോട്ടലൊക്കെ വളരെ ഫേമസ് ആണ്. വാജ്പേയി തൊട്ടുള്ള വലിയ വലിയ നേതാക്കന്മാർ, അതിനു മുമ്പുള്ള നേതാക്കന്മാരും ഒക്കെ വന്ന് നമ്മുടെ ഈ താജ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ വലിയ ഫേമസ് അല്ലെങ്കിലും പണ്ട് ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പക്ഷി സങ്കേതം, കുമരകം പക്ഷി സങ്കേതം അല്ല ബേഡ് സാനിറ്ററി സെൻ്റർ. ഒരു കാലത്ത് എന്താ പറയുക, കപ്പിൾസൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള കള്ള് ഷാപ്പിൻ്റെ രുചിയൊക്കെ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ കുമരകത്താണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇപ്പം ആലപ്പുഴ സൈഡിലൊക്കെ ധാരാളം ഉണ്ടെങ്കിലും കുമരകത്ത് വരുന്ന ആ ഒരു ഫീല് നമുക്ക് വേറെ എങ്ങും ലഭിക്കത്തില്ല. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന റോഡുകളും ഒക്കെ ഒരു നല്ല ഒരു പ്രകൃതിയുടെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കുമരകം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇത് സ്വന്തമാക്കുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനയിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, നിങ്ങൾക്ക് പൂർണ്ണമായ വിവരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഒന്നും കൂടെ പറയുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങാനും ഉള്ളവരും ഇതിനെ കൊടുത്ത് നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.